പഠിക്കാൻ വേണ്ടി പോകുന്ന അടുത്ത ടോപ്പിക്ക് SQL ജോയിൻസ് ആണ്. ജോയിൻ ക്ലോസ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. The SQL join clause is used to combine records from two or more tables in a database. അതായത് ഡേറ്റാബേസിനകത്തെ ഒന്നിലധികം ടേബിൾസ് അല്ലെങ്കിൽ റിലേഷനെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ റിലേഷനാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഈ ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ SQLനകത്ത് യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് ജോയിൻ ക്ലോസ്. ഒന്നിലധികം ടേബിൾസിനെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ടേബിൾ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒന്നിലധികം ടേബിളിനകത്തുള്ള റെക്കോർഡ്സ് അല്ലെങ്കിൽ ടപ്പിൾസിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ ടപ്പിൾ ആക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ജോയിൻ തന്നെ പല വേരിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും 4 വേരിയേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്നർ ജോയിൻ അല്ലെങ്കിൽ സാധാരണയുള്ള നോർമൽ ജോയിന്, ലെഫ്റ്റ് ജോയിൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ, റൈറ്റ് ജോയിൻ അല്ലെങ്കിൽ റൈറ്റ് ഔട്ടർ ജോയിൻ, ഫുൾ ജോയിൻ അല്ലെങ്കിൽ ഫുൾ ഔട്ടർ ജോയിൻ. ഇനി ഓരോന്നിന്റെ പർപ്പസ് വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇന്നർ ജോയിൻ അല്ലെങ്കിൽ ജോയിൻ എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് റെക്കോർഡ്സ് ദാറ്റ് ഹാവ് മാച്ചിങ് വാല്യൂസ് ഇൻ ബോത്ത് ടേബിൾസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നിലധികം ടേബിൾസിൽ നിന്നും റെക്കോർഡ്സിനെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ടേബിൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ജോയിൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ഇന്നർ ജോയിൻ അത് നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2 ടേബിൾസ് കാണും, അല്ലെങ്കിൽ 2 or 3 ടേബിൾസ് ആണെങ്കിലും ആ ടേബിളുകളിൽ നിന്നും കോമൺ ആയിട്ട് വരുന്ന ടപ്പിൾസിനെ മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള ജോയിൻ ചെയ്തിരിക്കുന്ന ടപ്പിൾസിനെ ആയിരിക്കും റിട്രീവ് ചെയ്യുന്നത്. അതായത് ഒന്നിലധികം ടേബിളിൽ നിന്നും കോമൺ വാല്യൂസ് വരുന്ന ടപ്പിൾസിനെ മാത്രം അല്ലെങ്കിൽ റെക്കോർഡ്സിനെ മാത്രമായിരിക്കും റിട്രീവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒന്നിലധികം ടേബിളിൽ നിന്ന് വാല്യൂ എടുക്കണമെങ്കിൽ അവിടെ ഉറപ്പായിട്ടും പ്രൈമറി കീ ഫോറിൻ കീ എന്നുള്ളൊരു കൺസെപ്റ്റ് വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിലധികം ടേബിളിൽ നിന്നും ഡേറ്റയെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കേസാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത്. റിട്ടേൺസ് ഓൾ റെക്കോർഡ്സ് ഫ്രം ദ ലെഫ്റ്റ് ടേബിൾ ആൻഡ് ദ മാച്ച്ഡ് റെക്കോർഡ്സ് ഫ്രം ദ റൈറ്റ് ടേബിൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടേബിളിൽ നിന്നുള്ള എല്ലാ റെക്കോർഡ്സും അതുപോലെ തന്നെ രണ്ടാമത്തെ ടേബിളിൽ നിന്ന് മാച്ചിങ് ആയിട്ട് വരുന്ന ടപ്പിൾസ് മാത്രവുമായിരിക്കും റിട്രീവ് ചെയ്യുന്നത്. ഒന്നാമത്തെ ടേബിളിനകത്തെ എല്ലാ റെക്കോർഡ്സും രണ്ടാമത്തെ ടേബിളിനകത്തെ മാച്ചിങ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കോമൺ വാല്യൂ ഉള്ള ടപ്പിൾസ് മാത്രമായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് റൈറ്റ് ഔട്ടർ ജോയിൻ. റിട്ടേൺസ് ഓൾ റെക്കോർഡ്സ് ഫ്രം ദ റൈറ്റ് ടേബിൾ ആൻഡ് ദ മാച്ച്ഡ് റെക്കോർഡ്സ് ഫ്രം ദ ലെഫ്റ്റ് ടേബിൾ. അപ്പൊ ഇവിടെ നോക്കുക, റൈറ്റ് ജോയിൻ ആണ്. അപ്പൊ റൈറ്റ് ടേബിളിനകത്തെ എല്ലാ ടപ്പിൾസും അല്ലെങ്കിൽ എല്ലാ റെക്കോർഡ്സും അതുപോലെ ലെഫ്റ്റ് ടേബിളിനകത്ത് വരുന്ന മാച്ചിങ് ടപ്പിൾ മാത്രമായിരിക്കും റിട്രീവ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഫുൾ ഔട്ടർ ജോയിൻ. റിട്ടേൺസ് ഓൾ റെക്കോർഡ്സ് വെൻ ദെയർ ഈസ് എ മാച്ച് ഇൻ ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് ടേബിൾ. അപ്പൊ ഇവിടെ നമ്മൾ ജോയിനകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മാച്ചിങ് ആയിട്ട് ഏതെങ്കിലും 2 ടേബിളിനകത്ത് ഏതെങ്കിലും ടപ്പിൾസ് വരുന്നുണ്ടെങ്കിൽ 2 ടേബിളിനകത്തെയും എല്ലാ ഡേറ്റയും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും ഒരൊറ്റ ടേബിൾ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇത്രയാണ് ജോയിന്റെ വേരിയേഷൻസ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ ജോയിനും അവയുടെ സിന്റാക്സും എക്സാമ്പിളും പഠിക്കാം. ഒന്നാമതായിട്ട് ഇന്നർ ജോയിൻ. സിന്റാക്സ് ആണ് തന്നിരിക്കുന്നത്. സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ 1 ഇന്നർ ജോയിൻ ടേബിൾ 2 ഓൺ ടേബിൾ 1 ഡോട്ട് കോളം നെയിം ഈക്വൽ ടു ടേബിൾ 2 ഡോട്ട് കോളം നെയിം. അപ്പം ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വരുന്നതാണ്. സെലക്ടിനകത്ത് നമുക്ക് റിട്രീവ് ചെയ്ത് കാണിക്കേണ്ട ഡേറ്റ ഏതാണോ അതിവിടെ നമ്മൾ ആട്രിബ്യൂട്ടിന്റെ നെയിം ആയിട്ട് കൊടുക്കുന്നു. നമ്മുടെ ഫ്രം ക്ലോസ് അതുപോലെ തന്നെ 2 ടേബിൾ ഉണ്ട്, അതുകൊണ്ട് ഒരു ടേബിൾ നമ്മൾ ഫ്രം ക്ലോസിനോട് കൂടിയും രണ്ടാമത്തെ ടേബിൾ നമ്മൾ ഇന്നർ ജോയിന്റെ കൂടെയും നമ്മൾ കൊടുത്തു. ഇനി ഇന്നർ ജോയിന്റെ കൂടെ വരുന്ന ഒരു കീവേഡ് ആണ് ഓൺ എന്ന് പറയുന്നത്. ആ ഓണിനോട് കൂടിയാണ് നമ്മൾ 2 ടേബിളിനകത്തും കോമൺ ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ടിനെ കൊടുക്കുന്നത്. ഇവിടെ ടേബിൾ 1 ഡോട്ട് കോളം നെയിം ഈക്വൽ ടു ടേബിൾ 2 ഡോട്ട് കോളം നെയിം. അതായത് ടേബിൾ 1-നകത്തും ടേബിൾ 2-നകത്തും ഒരു സെയിം കോളം അല്ലെങ്കിൽ സെയിം ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കണം. അവയെ ബന്ധിപ്പിച്ചാണ് നമ്മൾ ജോയിൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇന്നർ ജോയിൻ ആണ്. അപ്പൊ 2 ടേബിളിനകത്തും ഈ ആട്രിബ്യൂട്ടിന്റെ ബേസിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ടപ്പിൾസ് ഉണ്ടെങ്കിൽ അവയെ ആയിരിക്കും റിട്രീവ് ചെയ്യുന്നത്. ഇതാണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. സെലക്ട് ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി കസ്റ്റമൈസ് ഡോട്ട് കസ്റ്റമർ നെയിം ഫ്രം ഓർഡേഴ്സ് ഇന്നർ ജോയിൻ കസ്റ്റമൈസ് ഓൺ ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റമർ ഐ ഡി ഈക്വൽ ടു കസ്റ്റമൈസ് ഡോട്ട് കസ്റ്റമർ ഐ ഡി. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഓർഡേഴ്സ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നും അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനെയാണ് നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. അവിടെ ജോയിൻ ചെയ്യിക്കാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓർഡേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്തെ കസ്റ്റമർ ഐ ഡിയും കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്തെ കസ്റ്റമർ ഐ ഡിയും ഈക്വൽ ആയിട്ട് വരുന്നത്, അതായത് കസ്റ്റമർ ഐ ഡി രണ്ടിനകത്ത് ഒരുപോലെ വരുന്ന ടപ്പിൾസിന്റെ ഓർഡർ ഐ ഡിയും കസ്റ്റമർ നെയിമും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ഫീൽഡുകൾ കൂടി ചേർന്നാണ് ഇവിടെ പുതിയൊരു ടേബിൾ വരുന്നത്. ഇനി അടുത്ത ഇതിന്റെ ഒരു വേരിയേഷൻ ആണ് ജോയിൻ 3 വേരിയബിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോയിനിങ് മൾട്ടിപ്പിൾ ടേബിൾസ് എന്ന് പറയുന്നത്. അതായത് രണ്ടിൽ കൂടുതൽ ടേബിൾസ് വന്നാൽ എങ്ങനെയാണ് ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുള്ള കാര്യം. അപ്പൊ വേറൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യേണ്ട ജോയിൻ ക്ലോസിന്റെ എണ്ണം കൂട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. എത്ര ടേബിൾസ് വരുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ജോയിൻ ക്ലോസിന്റെ എണ്ണം കൂട്ടുക എന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. ഓർഡേഴ്സ്, കസ്റ്റമേഴ്സ്, ഷിപ്പേഴ്സ് എന്ന് പറയുന്ന 3 ടേബിളുകളിൽ നിന്നാണ് ഇവിടെ വാല്യൂസിന് നമുക്ക് റിട്രീവ് ചെയ്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് റിട്രീവ് ചെയ്യേണ്ടത്. ഇവിടെ റിട്രീവ് ചെയ്യേണ്ട ആട്രിബ്യൂട്ടുകളുടെ നെയിം ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ ടേബിളിനകത്തുനിന്ന് ഓരോ ആട്രിബ്യൂട്ടുകളും കമ്പൈൻ ചെയ്യിക്കേണ്ട അല്ലെങ്കിൽ ജോയിൻ ചെയ്യിക്കുന്ന ടേബിളുകളാണ് ഓർഡേഴ്സ്, കസ്റ്റമേഴ്സ്, ഷിപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ജോയിനകത്ത് കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സിനകത്തും കസ്റ്റമറിനകത്തും കോമൺ ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ട് ആണ്. രണ്ടാമത്തെ ജോയിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓർഡേഴ്സിനകത്തും ഷിപ്പേഴ്സിനകത്തും കോമൺ ആയിട്ട് വരുന്ന ഷിപ്പർ ഐ ഡി ആണ്. അപ്പൊ ഈ ഷിപ്പർ ഐ ഡിയുടെയും കസ്റ്റമർ ഐ ഡിയുടെയും സെയിം ആയിട്ട് വാല്യൂസ് വരുന്ന ടപ്പിൾസ് മാത്രമായിരിക്കും ഈ 3 ടേബിളുകളിൽ നിന്നും കൂടെ റിട്രീവ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ഫീൽഡുകളായിരിക്കും പുതിയതായിട്ട് വരുന്ന ടേബിളിന് ഉണ്ടാവുന്നത്. ഇനി നമ്മുടെ ജോയിന്റെ അടുത്തൊരു വേരിയേഷൻ ആണ് ലെഫ്റ്റ് ജോയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ലെഫ്റ്റ് ജോയിൻ എന്ന് പറയുന്നത്. അതിനോട് കൂടി നമ്മൾ ഓൺ എന്ന് പറയുന്ന കീവേഡും കൂടെ യൂസ് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ലെഫ്റ്റ് ടേബിളിനകത്ത് ലെഫ്റ്റ് ടേബിളും റൈറ്റ് ടേബിളും തമ്മിൽ എന്തെങ്കിലും ഒരു മാച്ചിങ് ഉണ്ടായാൽ ലെഫ്റ്റ് ടേബിളിനകത്തെ എല്ലാ ടപ്പിൾസ് അല്ലെങ്കിൽ എല്ലാ റെക്കോർഡ്സും അതുപോലെ തന്നെ റൈറ്റിൽ നിന്നും മാച്ചിങ് ആയിട്ട് മാത്രം വരുന്ന റെക്കോർഡ്സിനെയും ആയിരിക്കും റിട്രീവ് ചെയ്ത് പുതിയൊരു ടേബിൾ അവിടെ ക്രിയേറ്റ് ആവുന്നത്. സിൻടാക്സ് ആണ് തന്നിരിക്കുന്നത്. സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ 1 ലെഫ്റ്റ് ജോയിൻ ടേബിൾ 2 ഓൺ ടേബിൾ 1 ഡോട്ട് കോളം നെയിം ഈക്വൽ ടു ടേബിൾ 2 ഡോട്ട് കോളം നെയിം. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഓൺ കഴിഞ്ഞ് തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കുക. രണ്ട് ടേബിളിനകത്തും കോമൺ ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ടിന്റെ ബേസിൽ ടേബിൾ 1ൽ നിന്നും ടേബിൾ 2വിൽ നിന്നും ഡേറ്റനെ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ടേബിൾ 1നകത്തെ, അതായത് ഇവിടെ മാച്ചിങ് എന്തെങ്കിലും ഉണ്ടായാൽ ടേബിൾ 1നകത്തെ എല്ലാ ടപ്പിൾസും ടേബിൾ 2വിനകത്ത് മാച്ചിങ് ആയിട്ട് വരുന്ന ടപ്പിൾസും മാത്രമായിരിക്കും റിട്രീവ് ചെയ്ത് കാണിക്കുന്നത്. ആ റിട്രീവ് ചെയ്യുന്ന ടേബിളിൽ നിന്നും കോളം നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ മാത്രമായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് യൂസറിന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. എക്സാമ്പിൾ തന്നിരിക്കുന്നു. സെലക്ട് കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റമർ നെയിം ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി ഫ്രം കസ്റ്റമേഴ്സ് ലെഫ്റ്റ് ജോയിൻ ഓർഡേഴ്സ് ഓൺ കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റമർ ഐ ഡി ഈക്വൽ ടു ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റമർ ഐ ഡി ഓർഡർ ബൈ കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റമർ നെയിം. ഇവിടെ അഡീഷണൽ ആയിട്ട് ഓർഡർ ബൈ ക്ലോസും കൂടെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ, അത് നോക്കണ്ട. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. കസ്റ്റമേഴ്സും ഓർഡേഴ്സും പറഞ്ഞ രണ്ട് ടേബിളിനെ തമ്മിലാണ് നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. ലെഫ്റ്റ് ജോയിൻ ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓണിനകത്താണ് നമുക്ക് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിന്റെ ബേസിൽ ജോയിൻ ചെയ്യേണ്ടെന്നുള്ള കാര്യം കൊടുത്തിരിക്കുന്നത്. കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്തെ കസ്റ്റമർ ഐ ഡിയും ഓർഡേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്തെ കസ്റ്റമർ ഐ ഡിയും ഈക്വൽ ആയിട്ട് വരുന്ന കേസിൽ കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളിനകത്തെ എല്ലാ ടപ്പിൾസും ഓർഡർ എന്ന് പറയുന്ന ടേബിളിനകത്തെ മാച്ചിങ് ആയിട്ട് വരുന്ന ടപ്പിൾസിനെയും വെച്ച് പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന ടേബിളിൽ നിന്നും കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളിനകത്തെ കസ്റ്റമർ നെയിമും ഓർഡേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്തെ ഓർഡർ നെയിമിനെ മാത്രം പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഇനി അവിടെ വേറൊരു കാര്യം കൂടെ ഓർഡർ ബൈ ക്ലോസ് വെച്ച് പറയുന്നുണ്ട്. എന്താണ്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്തെ കസ്റ്റമർ നെയിമിനെ സോർട്ടും കൂടെ ചെയ്ത് കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി അടുത്ത വേരിയേഷൻ ആണ് റൈറ്റ് ജോയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത്. റൈറ്റ് ഔട്ടർ ജോയിൻ പെർഫോം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ജോയിനകത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ മാച്ചിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ അവിടെ മാച്ചിങ് ഉണ്ടായാൽ റൈറ്റ് ടേബിളിനകത്തെ എല്ലാ എല്ലാ ടപ്പിൾസും ലെഫ്റ്റ് ജോയിനകത്തെ മാച്ചിങ് ആയിട്ട് വരുന്ന ടപ്പിൾസിനെ മാത്രം റിട്രീവ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിൻടാക്സ് ലെഫ്റ്റ് ജോയിൻ മാറിയിട്ട് റൈറ്റ് ജോയിൻ വന്നെന്ന് മാത്രം. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താ പ്രത്യേകതയുള്ളത്? ടേബിൾ 1നകത്തെയും ടേബിൾ 2വിനകത്തെയും കോളം നെയിം മാച്ചിങ് ആയിട്ട് വരുമ്പോൾ ടേബിൾ 2വിനകത്തെ എല്ലാ ടപ്പിൾസും ടേബിൾ 1നകത്ത് മാച്ചിങ് ആയിട്ട് വരുന്ന ടപ്പിൾസിനെ മാത്രം റിട്രീവ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുക. ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി എംപ്ലോയീസ് ഡോട്ട് ലാസ്റ്റ് നെയിം എംപ്ലോയീസ് ഡോട്ട് ഫസ്റ്റ് നെയിം ഫ്രം ഓർഡേഴ്സ് റൈറ്റ് ജോയിൻ എംപ്ലോയീസ് ഓൺ ഓർഡേഴ്സ് ഡോട്ട് എംപ്ലോയി ഐ ഡി ഈക്വൽ ടു എംപ്ലോയീസ് ഡോട്ട് എംപ്ലോയി ഐ ഡി.
ഓർഡർ ബൈ ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി. എന്ത് ചെയ്ത് കാണിക്കാനാ പറഞ്ഞിരിക്കുന്നത്? ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിനകത്ത് എംപ്ലോയി ഐ ഡിയും എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിളിനകത്ത് എംപ്ലോയി ഐ ഡിയും ഈക്വൽ ആയിട്ട് വരുന്ന കേസിൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിളിനകത്തെ എല്ലാ ടപ്പിൾസും ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിനകത്തെ മാച്ചിങ് ആയിട്ട് വരുന്ന ടപ്പിൾസിനെയും മാത്രം ജോയിൻ ചെയ്ത് പുതിയൊരു ടേബിൾ ആക്കുക. അതിൽ നിന്നും ഓർഡർ ഐ ഡിയും ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അവിടെ തന്നെ ഓർഡർ ഐ ഡിനെ സോർട്ടും കൂടെ ചെയ്ത് വേണം കാണിക്കാനായിട്ട്. അത്രയാണ് റൈറ്റ് ജോയിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതാണ് ഫുൾ ഔട്ടർ ജോയിൻ അല്ലെങ്കിൽ ഫുൾ ജോയിൻ. ഫുൾ ജോയിൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു മാച്ചിങ് ഉണ്ടോ എന്നുള്ള കാര്യം. രണ്ട് ടേബിളിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മാച്ചിങ് ഉണ്ടെങ്കിൽ, അതായത് രണ്ടിനകത്തും കോമൺ ആയിട്ട് ആട്രിബ്യൂട്ടുകളുടെ വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ടേബിളിനകത്തെയും എല്ലാ റെക്കോർഡ്സിനെയും കൂടെ കമ്പൈൻ ചെയ്ത് പുതിയൊരു ടേബിൾ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിൻടാക്സ് നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ മാറിയിട്ട് നമ്മുടെ കീവേഡ് എന്തെന്ന് വന്നു? ഫുൾ ഔട്ടർ ജോയിൻ ആയി കീവേഡ്. ഇനി ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഓൺ കഴിഞ്ഞ് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ നോക്കുന്നു. അതിനകത്ത് രണ്ട് ടേബിളിനകത്തും കോമൺ ആയിട്ട് കോളം നെയിംസിന് വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ടേബിൾ 1-നകത്തെയും ടേബിൾ 2-നകത്തെയും എല്ലാ ടപ്പിൾസിനെയും കൂടെ കമ്പൈൻ ചെയ്ത് പുതിയൊരു ടേബിൾ ആക്കുന്നു. അവിടെ നിന്ന് നമ്മൾ സെലക്ട് ക്ലോസിനകത്ത് പറഞ്ഞു കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സിനെ മാത്രം ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി വേറിനകത്ത് നമുക്ക് കണ്ടീഷനും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. എക്സാമ്പിൾ നോക്കുക. സെലക്ട് കസ്റ്റമേഴ്സ് ഡോട്ട് കസ്റ്റമർ നെയിം ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി ഫ്രം കസ്റ്റമേഴ്സ് full outer join orders on customers dot customer id equal to orders dot customer id order by customers dot customer name. എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്തെ കസ്റ്റമർ ഐ ഡിയും ഓർഡേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്തെ കസ്റ്റമർ ഐ ഡിയും ഈക്വൽ ആയിട്ട് സെയിം വാല്യൂസ് വരുന്ന കേസിൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്ത് നിന്നും ഓർഡേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്തെയും എല്ലാ ടപ്പിൾസിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ടേബിൾ ആക്കുക. അതുപോലെ തന്നെ ആ ടേബിളുകളിൽ നിന്നും കസ്റ്റമർ നെയിമും ഓർഡർ ഐ ഡിയും മാത്രം ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. അവിടെ തന്നെ കസ്റ്റമർ നെയിം എന്ന് പറയുന്നത് സോർട്ട് ചെയ്തും കൂടെ വേണം കാണിക്കാനായിട്ട്. ഇവിടെ ഓർഡർ ബൈക്കകത്ത് വേറെ ഒന്നും സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് ഏത് ഓർഡറിലായിരിക്കും സോർട്ട് ചെയ്യുന്നത്? അസെൻഡിങ് ഓർഡറിലായിരിക്കും സോർട്ട് ചെയ്യുന്നത്. ഇനി ജോയിന്റെ മറ്റൊരു വേരിയേഷൻ ആണ് സെൽഫ് ജോയിൻ അല്ലെങ്കിൽ ജോയിൻ എ ടേബിൾ ടു ഇറ്റ് സെൽഫ്. അതായത് നമ്മൾ പഠിച്ച ജോയിൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ടേബിൾസിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ടേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചില കേസിൽ നമുക്ക് ഒരൊറ്റ ടേബിളിനെ തന്നെ കമ്പൈൻ ചെയ്ത് ടേബിൾ ആക്കേണ്ടതായിട്ട് വരും. അതായത് ഒരു ടേബിളിൽ നിന്ന് തന്നെ വാല്യൂസിനെ എടുത്തിട്ട് ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട ഒരു കേസ് വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരൊറ്റ ടേബിളിന് തന്നെ മൾട്ടിപ്പിൾ നെയിംസ് കൊടുത്ത് റീനെയിം ചെയ്തിട്ടാണ് ജോയിൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അതായത് ഒരൊറ്റ ടേബിളിന് തന്നെ പല പേരുകൾ കൊടുത്തിട്ട് പല ടേബിളിൽ നിന്നുള്ള രീതിയിൽ ആക്കിയിട്ടാണ് നമ്മൾ ജോയിൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. സിൻടാക്സ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ടേബിൾ വെച്ച് തന്നെ ജോയിൻ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സെൽഫ് ജോയിൻ എന്ന്. ഇവിടെ നോക്കുക. സെലക്ട് എ ഡോട്ട് കോളം നെയിം ബി ഡോട്ട് കോളം നെയിം ഫ്രം ടേബിൾ 1 സ്പേസ് എ ടേബിൾ 1 സ്പേസ് ബി വെയർ എ ഡോട്ട് കോമൺ ഫീൽഡ് ഈക്വൽ ടു ബി ഡോട്ട് കോമൺ ഫീൽഡ്. ഇവിടെ നമ്മൾ ടേബിൾ 1 എന്ന് പറയുന്ന ഒരു ഒറ്റ ടേബിൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൂ, ഫിസിക്കലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൂ. ആ ടേബിളിനെ നമ്മൾ എ എന്നും ബി എന്നും പറഞ്ഞ് റീനെയിം ചെയ്യുന്നു. റീനെയിം ചെയ്തിട്ട് നമ്മൾ സെലക്ട് ക്ലോസിനകത്ത് ഏതൊക്കെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വെയറിനകത്ത് ആ രണ്ട് ടേബിളിനകത്തും കോമൺ ആയിട്ട് വരുന്ന വാല്യൂസ് ഏതാണോ അവയെ വെച്ച് നമ്മൾ കണ്ടീഷനും കൂടെ പെർഫോം ചെയ്യുന്നു. എക്സാമ്പിൾ നോക്കുക. സെലക്ട് എ ഡോട്ട് ഐ ഡി ബി ഡോട്ട് നെയിം എ ഡോട്ട് സാലറി ഫ്രം കസ്റ്റമേഴ്സ് എ കസ്റ്റമേഴ്സ് ബി വെയർ എ ഡോട്ട് സാലറി ലെസ് ദാൻ ബി ഡോട്ട് സാലറി. അപ്പൊ ഇവിടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിനെ നമ്മൾ എ എന്നും ബി എന്നും റീനെയിം ചെയ്തു. അപ്പൊ ആ രണ്ട് ടേബിളുകളെ തമ്മിലാണ്, അല്ലെങ്കിൽ ആ രണ്ട് ടേബിൾ ഇല്ല, ഒരൊറ്റ ടേബിളേ ഉള്ളൂ ഒറിജിനലായിട്ടും, രണ്ട് ടേബിൾ ആയിട്ട് നമ്മൾ ആക്കിയെന്ന് മാത്രം. എ എന്നും ബി എന്നും പറയുന്ന ആ ടേബിളുകളിൽ നിന്നുമാണ് നമുക്ക് ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. ഇനി അവിടെ നിന്നും എന്തൊക്കെ റിട്രീവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഐ ഡിയും നെയിമും സാലറിയും റിട്രീവ് ചെയ്ത് കാണിക്കുക. കണ്ടീഷൻ എന്താണ്? സാലറി ഒന്നാമത്തെ ടേബിളിനകത്തെ സാലറി എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേബിളിനകത്തെ സാലറിയോട് ലെസ് ദാൻ ആയിട്ട് വരുന്ന കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾസുകളെയാണ് റിട്രീവ് ചെയ്ത് കാണിക്കേണ്ടത്. ഇത്രയാണ് ജോയിന്റെ വേരിയേഷൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ.